നമുക്ക് പാനൽ ചർച്ചയിലേക്ക് പോകാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ശുഭ ആരംഭിച്ച് അതിന്റെ രണ്ടാമത്തെ ആഴ്ച നമ്മൾ കേട്ടത് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും അളവില്ലാത്ത വിധം അനുഭവിച്ച് അത് എല്ലാവരുമായി പങ്കുവെക്കണം എന്നാണ്. വാസ്തവത്തിൽ ഇന്ന് ട്രാൻസ്ലേറ്ററിലൂടെ നമ്മൾ കേട്ടത് ആ ക്ലാസ് തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് അത് രുചിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനെയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് നാം പറയുന്നത്. ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ചവരാണ് നമ്മൾ എല്ലാവരും, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഏതാനും ചില ആളുകളുടെ അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. പറഞ്ഞ പോലെ നമ്മുടെ കൂടെ കണ്ണൂരിൽ നിന്ന് തോമസിന്റെ കുടുംബത്തിലെ പുത്രൻ ലയോൺ ഉണ്ട്. അലീന അനിറ്റ, എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. അർപ്പിത മനോജ് എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അർപ്പിത മനോജും ഉണ്ടാകേണ്ടതാണ് തൃശ്ശൂരിൽ നിന്ന്. ജോമോൻ മൂവാറ്റുപുഴയിൽ നിന്നുണ്ട്. ഷിബു ഉണ്ട്. നമുക്ക് ഇവരോടൊക്കെ കൊച്ചു വാക്കുകളിൽ ഈ സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ലിയോന്റെ വീഡിയോ ഓഡിയോ ഒക്കെ ഓണായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വിടുകൻ. ലയോണെ, മിഷന് പോകാൻ 10ാം ക്ലാസ്, ഈ വർഷം ലയോൺ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ഈ കഴിഞ്ഞ അവധിക്കാലത്ത് മിഷന് പോയി. മിഷന് പോകാൻ ലയോണിന് തോന്നാൻ കാരണം എന്താ? വീട്ടുകാരെല്ലാം പോയത് കൊണ്ട് നിർവാഹമില്ലാതെ പോയതാണോ, അതോ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം എന്ന് പറയാൻ, പപ്പയും ആന്റിമാരും ഒക്കെ ഇങ്ങനെ മിഷനും ധ്യാനത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അവര് പോയിട്ട് വീട്ടിൽ വന്നിങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞ്, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പോണെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഫാമിലി ആയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ സുവിശേഷം പങ്കുവെച്ച ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ ഒരു തീഷ്ണതയുണ്ട്. വീട്ടിലുള്ളവർ, പ്രിയപ്പെട്ടവർ, അതൊരവസരം കിട്ടിയപ്പോൾ നമ്മളത് മുതലാക്കി, അല്ലേ? മിഷൻ യാത്രയിൽ, ഈ 10-45 ദിവസത്തെ മിഷൻ യാത്രയിൽ ഏറ്റവും അധികം ലയോണെ സ്വാധീനിച്ചത് എന്താ? ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താ? വിശുദ്ധ കുർബാന തന്നെ. അവരുടെ അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കഴിഞ്ഞ് വ്യത്യസ്തമായ ഒരു പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ഒരു വിശുദ്ധ കുർബാന. ഓക്കെ. അവിടുത്തെ താമസമൊക്കെ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? താമസിച്ചത് 2 വീടുകളിലായിട്ടാണ്. അവിടെ 2 വില്ലേജുകളിലായി 2 വീടുകളിൽ താമസിച്ചു. ഒത്തിരി സ്നേഹമുള്ള, നമ്മളോടൊക്കെ ചെന്ന പാടെ തന്നെ വലിയ സ്നേഹമായി. അവിടുത്തെ കുട്ടികളടക്കം നമ്മളോടൊപ്പം തന്നെ ഭയങ്കര കമ്പനിയായി, വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ. ഭാഷകൾക്കപ്പുറം ഒരു ബന്ധവും സ്നേഹവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തു, അല്ലേ? അതെ. ഈ ഒരു യാത്രയിൽ പ്രാർത്ഥനാനുഭവം എങ്ങനെയാണ്? സാധാരണ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അത്ര സന്തോഷകരമായ കാര്യമായിരിക്കില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളറിയാം, ധാരാളം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥന ഏറ്റവും അധികം ലയോണ് സഹായമായത് എന്താണ്? പ്രാർത്ഥന ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ജെറിക്കോ പ്രാർത്ഥനയാണ്. ആ ഒരു ദിവസം വണ്ടിയിൽ മുഴുവൻ നേരവും ദിവ്യകാരുണ്യ ഈശോയോടൊത്ത് യാത്ര ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6-7 മണി വരെ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാന എടുത്ത് നമ്മൾ ആ യാത്രയിൽ വേറെന്തൊക്കെയാ ചെയ്തത്? ആ പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യം ഉണ്ടായിരുന്നു. പിന്നെ ദിവ്യകാരുണ്യ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് തന്നെ പോകുന്ന വഴി കൂടെ എന്നാ പറയണ്ടേ, ആനാവെള്ളവും ഉപ്പും എല്ലാം വിതറി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ളവരെല്ലാം കർത്താവിനെ അറിയണം, കർത്താവിന്റെ സ്വന്തമാകണമെന്ന് പ്രാർത്ഥിച്ചാണ് കടന്നുപോയത്. ബസ് മുഴുവൻ ആളുകൾ എല്ലാവരും മടുപ്പ് കൂടാതെ എല്ലാവരും പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു. കുറച്ചുപേരൊക്കെ ഇടയ്ക്ക് ഉറങ്ങിയെങ്കിലും തീഷ്ണമതികളായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞല്ലേ? സുവിശേഷം ഇങ്ങനെ പോയി പങ്കുവെച്ച കാര്യം കൂട്ടുകാരോടൊക്കെ സ്കൂളിൽ പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു? പറഞ്ഞായിരുന്നു. അപ്പൊ കുറച്ചു പേര് ചോദിച്ചു, അടുത്ത പ്രാവശ്യം പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകുവോ, അങ്ങനെയൊക്കെ കുറച്ചു പേരൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പങ്കുവെക്കുന്ന സുവിശേഷം പറയുമ്പോൾ ഇനിയും ആൾക്കാർ വരാൻ സാധ്യതയുണ്ടല്ലേ? അപ്പോൾ താങ്ക് യു ലയോണ. ഞാൻ ഒറ്റയടിക്ക് ഒരു ചോദ്യം ചോദിച്ചതിന് തിരിച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് വിചാരിച്ചാണ്. ലയോണ, അപ്പോൾ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ധീരനായ, ശക്തനായ മിഷണറി ആകട്ടെ, സുവിശേഷകനാകട്ടെ, അല്ലേ? കർത്താവിൻ്റെ രക്തസാക്ഷിയായ ധീരനായ മിഷണറി ആകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം, അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണല്ലോ സന്തോഷം. ഞാൻ അടുത്ത അലീന അനിറ്റ അവരിലേക്ക് പോവുകയാണ്. സുവിശേഷം പങ്കുവെക്കാനായിട്ട് ഈ ലയോന്റെ ഒക്കെ കൂടെ അവധിക്കാലത്ത് 40-45 ദിവസം പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. ഈ യാത്രയ്ക്ക് പോകാൻ കാരണം എന്താ? പപ്പയും കൂട്ടുകാരും പോയിട്ട് വന്നിട്ട് പറയുമ്പോ ആകെ കേൾക്കുമ്പോ എനിക്ക് ഒരു കൊതി ഉണ്ടായിരുന്നു. ദൈവത്തോട് ഇത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ദൈവം ഒരു അവസരം തന്നപ്പോ ഞാൻ പോയി.
തീർച്ചയായും. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സുവിശേഷം പങ്കുവെക്കപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ? അലീന, മിഷയാത്രയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താ അലീനയ്ക്ക്? ജെറിക്കോ പ്രയറിന് പോയതും ഓരോ വില്ലേജുകളിൽ പോയതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ അവരുടെ ജെറിക്കോ പ്രയറിന് പോയത് എങ്ങനെയാ? 7 പ്രാവശ്യം പള്ളിയുടെ ചുറ്റും കൊന്തയെല്ലി നടന്ന്. വെസ്റ്റ് ബംഗാളില് അവരുടെ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും 7 പ്രാവശ്യം ഇങ്ങനെ കുറെ, അങ്ങനെ ഒരു 5-6 ദിവസങ്ങളിൽ അങ്ങനെ ജില്ല അതിൽ പങ്കെടുത്ത് സന്തോഷമായി. പിന്നെ ഭക്ഷണം, പിന്നെ അവരുടെ ഒപ്പം അവരുടെ ഭാഷ അറിയില്ലെങ്കിൽ അവരുടെ ഒപ്പം പ്രാർത്ഥിച്ച് കുറെ കൂട്ടുകാരെ കിട്ടിയതിലും സന്തോഷം തോന്നി. ഓക്കെ. അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ഇഷ്ടമാണ്. പുതിയ ദേശങ്ങൾ കണ്ടു, പുതിയ കൂട്ടുകാരെ കിട്ടി, ഭാഷകൾക്കപ്പുറമായിട്ട് ആളുകളുടെ അടുത്ത്. ഒരു കുഞ്ഞു കൊച്ചു അവിടെ വഴക്കുണ്ടാക്കണുണ്ടോ? രണ്ടുപേരോട് കൂടിയുള്ള അടുത്ത ചോദ്യമാണ്, സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞപ്പോ എന്താണ് അലീനയ്ക്കും അനീറ്റയ്ക്കും തോന്നിയത്? എനിക്ക് ഒന്നാമത് സന്തോഷം തോന്നി. രണ്ടാമത് പല ഭാഷകളും പഠിച്ച് പല ഭാഷകളിൽ അവരോട് ദൈവത്തെ കുറിച്ച് പറയാൻ തോന്നി. അവരെ ഇനിയും ദൈവത്തോട് അടുപ്പിക്കാൻ തോന്നി. ഓക്കെ. തീർച്ചയായും കുഞ്ഞ് വ്യത്യസ്തങ്ങളായ എല്ലാ ഭാഷയും പഠിച്ചിട്ട് അനേകരോട് സുവിശേഷം പറയാൻ ഇടയാകട്ടെ. സുവിശേഷം പറയുന്ന എനിക്കും സുവിശേഷം ഞാൻ പറയുന്ന കേൾക്കുന്ന അവർക്കും ഈശോയുടെ കൃപ ലഭിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സുവിശേഷം പറയുമ്പോൾ എനിക്ക് സന്തോഷം. തീർച്ചയായും ഈ സന്തോഷം കൂടുതൽ കൂടുതൽ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേറെ സന്തോഷം. നന്ദി. നല്ല ധീരരായ മിഷണറിമാരായി വിശുദ്ധരായ രക്തസാക്ഷികളായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ അർപ്പിത എത്തിയിട്ടില്ല, ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ കുടുംബം മുഴുവൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ക്രൈസ്തവ കുടുംബത്തിലേക്ക് വന്നതാണ്. ഈ മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം അവരെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഈ മിഷൻ പ്രവർത്തനങ്ങളിലും സുവിശേഷം പങ്കുവെക്കുന്നതിലും ഞാൻ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: വേറെ ആരൊക്കെയോ വന്ന് ഞങ്ങളോട് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് അക്രൈസ്തവരായിരുന്ന ഞങ്ങൾ ഈശോയെ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിച്ച് അംഗമാകാൻ ഇടയായത്. അതുകൊണ്ട് കർത്താവിനെ അറിയാത്ത എല്ലാവരും അറിഞ്ഞ് സഭയിൽ അംഗമാകണം. ആ ഒരു തീഷ്ണതയാണ് സുവിശേഷം പറയാൻ തങ്ങളെ സഹായിക്കുന്നത് എന്നാണ് അർപ്പിത എന്നോട് പറഞ്ഞത്. ഞാൻ ജോമോനിലേക്ക് വരികയാണ്. ജോമോൻ മൂവാറ്റുപുഴക്കാരനാണ്. ജോമോന്റെ വീഡിയോ ഓഡിയോ ഓണാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോമോൻ കേൾക്കാമോ എന്നെ? ജോമോൻ ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞോളൂ. ജോമോന് ഇന്ത്യയിൽ ധാരാളം സ്ഥലത്ത് സുവിശേഷം പറയാൻ പോയിട്ടുണ്ട്. POC എന്നുള്ള വിറ്റ്നസ് ഓഫ് മേഴ്സി ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരാളം ആളുകളോട് സുവിശേഷം പങ്കുവെക്കാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെയെല്ലാം ജോമോൻ സുവിശേഷം പങ്കുവെക്കാൻ പോയിട്ടുണ്ട്? ഞാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത് പഞ്ചാബ്, ഒറീസ, കൽക്കട്ട, അരുണാചൽ പ്രദേശ്, ഈ സ്ഥലങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ 4 മാസം 5 മാസത്തോളം ശുശ്രൂഷയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകാൻ കർത്താവ് കുറവ് നൽകിയിട്ടുണ്ട്. ഓക്കെ. ഈ സുവിശേഷം ഇങ്ങനെ ജോമ സാധാരണക്കാരനായ ഒരു ജോലിക്കാരനാണ്. പല സ്ഥലത്തും പോയി കൂലി ജോലി ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഭാര്യയും 2 മക്കളും ഉണ്ട്. മോൻ പുറത്ത് പഠിക്കുന്നു. അപ്പം താൻ പണിയെടുത്ത് കിട്ടുന്ന സമ്പത്തും തൻ്റെ ആരോഗ്യവും സമയവും കഴിവും എല്ലാം ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. എന്നോട് ജോമ പങ്കുവെച്ചത് ഞാൻ ഓർക്കുമ്പോൾ അടുത്തിനി 1 വർഷത്തേക്ക് അവിടെ ഒരു പള്ളി പണിയാനും, സ്ഥലം എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി, പള്ളി പണിയാനും കൂടെ ആഴ്ചയിൽ 2 ദിവസം വെച്ച് അവിടെ നിന്നുകൊണ്ട് പള്ളി പണിയുന്നതിൻ്റെ ഇടയ്ക്ക് സുവിശേഷം പറയാനുമായിട്ട് അടുത്ത മാസമല്ല പിന്നത്തെ മാസം പോവുകയാണ്. ഇങ്ങനെയൊക്കെ പോകാൻ സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്താൻ ജോമോനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ദൈവസ്നേഹ അനുഭവം തന്നെയാണ്. ഞാൻ 2010 മുമ്പുള്ള വർഷങ്ങളിൽ സത്യത്തിൽ ഞാനൊരു ക്രിസ്ത്യാനി, പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനി എന്ന് പറയാം. വലിയ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനി. പക്ഷെ വിശ്വാസം ഒത്തിരി ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ 2010 ശേഷം ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ വന്നു. അതിനുശേഷം ആ ദൈവത്തിന്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റി. അത് കാരണമാണ് ആ സ്നേഹം മറ്റുള്ളവർ അറിയണം എന്ന് ആഗ്രഹം തോന്നി. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും
യേശുവിനെ അറിയാത്ത അനേകായിരങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അപ്പൊ അവരും ആ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കണം. എങ്കിൽ മാത്രമേ അവർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുവഴി കർത്താവിന്റെ ഒരു കൽപ്പനയാണ് എല്ലാ ക്രിസ്തുവും സുവിശേഷം പ്രവർത്തിക്കുന്നത്. ആ കൽപ്പന അനുസരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. വരുന്ന ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാൻ അരുണാചൽ പ്രദേശിലാണ് പോകുന്നത്. 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവിടെ ധ്യാനം, ഫോർമേഷനും ധ്യാനവും ഉണ്ട്. പിന്നെ അവിടുത്തെ ദേവാലയം പണിയുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു ഡേറ്റ് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. മാസത്തിന് രണ്ട് ധ്യാനം, 2 ഫോർമേഷനും 2 ധ്യാനവും വെച്ചുണ്ട്. അത് ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ജോമോനെ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളെയും തൊടുമ്പോ ആ ഹൃദയം അറിയാതെ സുവിശേഷം പങ്കുവെക്കാനായിട്ട് പോകും. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഞ്ഞാക്കലച്ചന്റെ കൺവെൻഷന് ബ്രെഡും വെള്ളം കഴിക്കാനായിട്ട് പോയതാണ്. വേറെ ഉദ്ദേശത്തോടെ ഒന്നും പോയതല്ല. പക്ഷെ ആ കൺവെൻഷൻ അവിടെ കേട്ട വചനം എവിടെയൊക്കെ തൊട്ടു. അത് കഴിഞ്ഞ് ജീസൂത്ത് കൂട്ടായ്മയുടെ ഭാഗമായി കർത്താവിന്റെ സ്നേഹത്തിൽ വളരുന്നതനുസരിച്ച് വിവിധ പ്രായത്തിലുള്ളവരോട്, വിവിധ സാഹചര്യങ്ങളുള്ളവരോട് സുവിശേഷം പറയാനുള്ള പ്രേരണ ഉള്ളിൽ വന്നു. അങ്ങനെ പറയുമ്പോഴെല്ലാം ഇതിനു മുമ്പേ പറഞ്ഞു പോയവരെ പോലെ ഓരോരുത്തരോടും പങ്കുവെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വിരിയുന്ന സന്തോഷം, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വലിയൊരു സമാധാനം, സന്തോഷം, ഇതെല്ലാം വീണ്ടും വീണ്ടും പറയാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. ഈ മിഷൻ യാത്രയിൽ, ജോമോന്റെ മിഷൻ യാത്രയിൽ ആരെങ്കിലും ഒക്കെ ഈ സുവിശേഷം പങ്കുവെക്കപ്പെടുമ്പോൾ എതിർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിരസിച്ചിട്ടുണ്ടോ? എന്താണ് കേട്ട ആളുകളുടെ കയ്യിൽ നിന്ന്? നമുക്കിപ്പം ധാരാളം ആളുകൾ പറയാറുണ്ട്, അങ്ങനെ സുവിശേഷം പറയാൻ പോയാൽ വലിയ പ്രശ്നമാണ്, വലിയ പ്രയാസമാണ്. ഞാൻ ധാരാളം സ്ഥലത്ത് പോയിട്ടുണ്ട്, വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇന്നുവരെ ആരും എന്നോട് മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല, സുവിശേഷം പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ഭാഷയില്ല എങ്കിൽ പോലും സുവിശേഷം ആരും എന്നോട് വളരെ മോശമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല. ജോമോൻ അതിൽ വേറെ ദൂരെ ഏറെ സമയം പോയിട്ടുള്ള ആളാണ്. ജോമോന്റെ അനുഭവം എങ്ങനെയാണ്? ഞാന് കേരളത്തിന് പുറത്ത് പോയിട്ട് ഒത്തിരി എതിരഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല. കേരളത്തിൽ ഞാൻ ഈ തെരുവില് സ്ട്രീറ്റ് മിനിസ്റ്ററി ചെയ്യുമ്പോൾ പലരും വഴക്ക് കൂടിയിട്ടുണ്ട്. ചില ആൾക്കാരെ എന്റെ കോളറെ ചാടി പിടിച്ചിട്ടുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ നിർത്താൻ പോകുന്നില്ല. അത് കർത്താവിന്റെ കൽപ്പനയായ കാരണം കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാറും നിർത്താൻ പോകുന്നില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്കെതിരായിട്ട് നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ ചെല്ലുന്ന വീടുകളിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അവരിപ്പോ ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹൈന്ദവരുണ്ട്. അവര് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവര് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു കയറ്റും. ഇവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പോലും സത്യത്തില് പള്ളിയിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഭവനത്തിലാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ പോലും ഹൈന്ദവരായിട്ടുള്ളവര് മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അവർക്ക് രോഗശാന്തികൾ കിട്ടുന്നത് കണ്ടുകൊണ്ട് വിളിച്ചു കയറ്റാറുണ്ട്. അങ്ങനെ പോയി അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നല്ലതും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഭൂരിപക്ഷവും നല്ല അനുഭവങ്ങളാണ്. കർത്താവിനെ കുറിച്ച് പങ്കുവെക്കുന്നിടത്ത് അത് കേൾക്കുന്ന ആരും അത്ര പെട്ടെന്ന് നിരസിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. ഒറീസയിൽ പ്രയാസങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ അതുണ്ടായി 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. നിരവധി തവണ ഒറീസയിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു ജോസഫ് പാലയൂരച്ഛനൊക്കെ ഉണ്ട്, വളരെ പ്രായമുള്ള അച്ഛനാണ്. പക്ഷെ ആ അച്ഛനൊക്കെ എത്ര തീക്ഷ്ണതയോടെയാണ് മിഷനുമായി ബന്ധപ്പെട്ട് ഓടി വില്ലേജുകളിലേക്ക് പോകുന്നത്, മനുഷ്യരോട് ഇടപെടുന്നത്. വിറ്റ്നസ് ഓഫ് മേഴ്സി അതൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു, KCBCയുടെ. അതിന്റെ ടീമിന്റെ ഭാഗമായിരുന്നു ഞാനും ഷുബുവും ജനിയും ഒക്കെ. അപ്പൊ അതെല്ലാം ധാരാളം ആളുകളെ ഈ ഒരു സുവിശേഷത്തിന്റെ ഭാഗമാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ ഞാൻ അപ്പസ്തലൻ പറയുന്ന പോലെ ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് സുവിശേഷം പങ്കുവെക്കാൻ എടുത്തൊരു ശ്രമമാണ്, എടുത്തൊരു താല്പര്യമാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ സമയവും ആരോഗ്യവും കഴിവും ഒക്കെ നൽകിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതായി വളർന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ ഷുബുവിലേക്കൊന്ന് പോകണം. ജോമോനെ, ഞാൻ അവസാന സമയം കിട്ടിയെങ്കിൽ ജോമനിലേക്ക് ഒന്ന് വരാം. ഷുബുവിന് ധാരാളം മിഷനൊക്കെ പോയിട്ടുണ്ട്. ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് മിഷൻ മാത്രമാണോ, അതോ മറ്റു തരത്തിൽ ഈ മിഷനിലും മറ്റു തരത്തിലുമൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കാൻ ലളിതമായി? ഇപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ വീട്ടമ്മമാരാണ്, വീടിന് പുറത്തേക്ക് അധികം പോകാൻ സാധ്യതയില്ലാത്തവരാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കാനുള്ള സാധ്യതകളുണ്ടോ? എനിക്ക് തോന്നുന്നു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മള് പണ്ട്
തുടക്കത്തിൽ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രായത്തില് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ കേട്ടിരിക്കുന്നത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് വെളിയിലൊക്കെ പോകുന്നതാണ് മിഷൻ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കും, ഞാൻ 91-ലാണ്, ഞാൻ ആ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഞാൻ വളരെ യാദൃശ്ചികമായി ഒരു ധ്യാനം കൂടാനായിട്ട് ഇടവരുന്നതും കുറെ കൂടി കർത്താവിനെ അറിയാനായിട്ട് ഇടവരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ആദ്യം നാളുകളിൽ ഈ ജീസസ് യൂത്തിന്റെ പ്രോഗ്രാമുകളിൽ അടുക്കളയിൽ വിറക് തീ കത്തിക്കാൻ, അടുപ്പ് കത്തിക്കാനായിട്ട് സഹായിക്കുക, കാലത്ത് വെള്ളം കോരി വെക്കുക, ചോറ് വിളമ്പി കൊടുക്കുക, അല്ലെങ്കിൽ ആ പ്രോഗ്രാം സമയങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അത് സുവിശേഷ പ്രഘോഷമാണ് എന്ന് വളരെ കൃത്യമായ ബോധം അന്നുണ്ടായി എന്നുള്ളതാണ്. വെറുതെ ഒന്നുമില്ല. ചില സമയങ്ങളിൽ എന്താ പറയുന്ന വെള്ളം കോരി കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേറ്റ് കഴുകുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഒരു സുവിശേഷം. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലേറ്റ് കഴുകുന്നത് പോലും സുവിശേഷത്തിന്റെ മൂല്യമാണ്, സുവിശേഷമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു ചിന്ത. അത് എന്നെ കുറെ കൂടി എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ പണിയൊക്കെ ചെയ്യാനായിട്ട് എന്നെ പരിശീലിപ്പിച്ചത് ഈ ഒരു തരത്തില് തുണി അലക്കുന്നതും പച്ചക്കറി അരിയുന്നതും വിളമ്പിക്കൊടുക്കുന്നതും സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഒരാൾ വീട്ടിൽ വരുമ്പോൾ കയറിയിരിക്കാൻ പറയുന്നതും ഒക്കെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നു, ഞാൻ ആ നാളുകളിൽ ചെയ്തത് വീടുകളിൽ കയറി ഇറങ്ങി, എൻ്റെ ഇടവഴിയിലെ വീടുകളിൽ കയറി ഇറങ്ങി ചെറുപ്പക്കാരെയും ബാക്കിയുള്ളവരൊക്കെ ധ്യാനത്തിന് പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു. ധ്യാനം കൂടാനായിട്ട്, ധ്യാനം പോയി കൂടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ധ്യാനത്തിന് പറഞ്ഞു വിടുക. ഇടവയിലെ കുഞ്ഞുങ്ങളെ, ആ സമയത്ത് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്ന്, അന്ന് ഓലമേഞ്ഞ ഒരു ദേവാലയമാണ് ഉള്ളത്. ഇന്ന് നല്ല പള്ളിയൊക്കെയാണ്, പക്ഷെ അന്ന് അവിടെ ആ ഓലമേഞ്ഞ പള്ളിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുണ്ടായത്. പിന്നെ എനിക്ക് തോന്നുന്നു, പഴയ പേപ്പർ, കൊച്ചുദേശീയ പുണ്യവതി പറയുന്ന പോലെ വീടുകളിൽ വെറുതെ കളയുന്ന പഴയ ന്യൂസ് പേപ്പറുകൾ, ഇന്നൊക്കെ ന്യൂസ് പേപ്പറിന് വിലയായി, അന്ന് ന്യൂസ് പേപ്പർ ആരും എടുക്കില്ല. അപ്പോൾ ആ ന്യൂസ് പേപ്പറും പഴയ പ്ലാസ്റ്റിക്കും അലുമിനിയം പാത്രങ്ങളും ഒക്കെ വീട് കയറി ഇറങ്ങി സുവിശേഷത്തിന് വേണ്ടി, പ്രോഗ്രാം വരുമ്പോൾ അതിനെ കടം തീർക്കാൻ വേണ്ടി ചെയ്തത് സുവിശേഷ പ്രഘോഷമാണ്. പ്രോഗ്രാമിന്റെ കടം വിട്ട കപ്പക്കൂട വെട്ടാൻ പോകുന്നു, വാർക്ക പണിക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എനിക്ക് തോന്നുന്നു അതൊരു സുവിശേഷ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്, അവരെ വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഈ എപ്പോഴും ഇടയ്ക്ക് വരുന്ന ഈ പഴയ പാട്ടയും പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് വരുമ്പോ അവരെ വീട്ടിൽ ഒരുമിച്ച് കയറ്റിയിരുത്താനും അവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. സ്ഥിരം വരും അവരിപ്പോ, സ്ഥിരം അവരെയാണ് വീട്ടിൽ വന്ന വിശേഷങ്ങളും അത് അവരോട് പറയുന്ന സുവിശേഷമാണ്. മീറ്റർ റീഡിങ്ങിന് വീട്ടിലെ കറണ്ടിന്റെ മീറ്റർ റീഡിങ് എടുക്കാൻ വരുന്ന ചേട്ടനെ സ്നേഹത്തോടെ വീട്ടിൽ കയറ്റിയിരുത്തി രാവിലെ കാപ്പി കൊടുക്കുന്നത്, സംസാരിക്കുന്നത്, അവരെ സ്നേഹത്തോടെ സമീപിക്കുന്നതും ഒക്കെ സുവിശേഷ പ്രഘോഷമാണെന്നാണ് എൻ്റെ ധാരണ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ സുവിശേഷം ഫലപ്രദമായി നമുക്ക് പുറത്തും ബാക്കി എല്ലായിടത്തും പറയാൻ കഴിയും. ഇപ്പോൾ ഫ്രാൻസിയുടെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, ഞാൻ വണ്ടി കൊണ്ട് പോകുമ്പോൾ വഴി കാണാൻ ആരെയും കയറ്റും, അവരോട് വെറുതെ വർത്താനം പറയും. അതൊരു സുവിശേഷ പ്രഘോഷമാണ്. നമ്മള് സുവിശേഷത്തിന്റെ എല്ലാ സത്യങ്ങളും ചിലപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും നമ്മുടെ ഒരു പുഞ്ചിരിയും നമ്മുടെ ഒരു സാമീപ്യവും സ്നേഹവും ഒക്കെ സുവിശേഷമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ കടയിൽ കയറുമ്പോഴാണെങ്കിൽ സാധനത്തിന്റെ വില കൃത്യമായി കൊടുക്കുന്നതും, ചിലപ്പോൾ അവര് കൂട്ടിയത് തെറ്റുണ്ടെങ്കിൽ പിന്നീട് അത് കണ്ടുപിടിച്ചിട്ട് കൃത്യമായി കൊടുക്കുന്നതും ഒക്കെ സുവിശേഷത്തിന്റെ മൂല്യമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒക്കെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. ഞങ്ങള് മിഷന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 45 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4-5 ഫാമിലി ഉണ്ടായിരുന്നു, 10-34 പേരുണ്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോൾ ഓർക്കുന്നത്, എൻ്റെ മൂത്ത മോൻ ആഞ്ചലോയും ജെനിയുടെ മൂത്ത കൊച്ച് അന്നയും അവർ ഈ മിഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഒരാൾ വൈദികനാകാനും ഒരാൾ സിസ്റ്റർ ആകാനും പോകാനുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മിഷന്റെ ഒരു ഗുണപ്രദമായ ഫലങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ ഈ തിരിച്ചു വന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഞങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളൊക്കെ നാട് വിട്ടുപോയി, ഞങ്ങൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, നിങ്ങൾ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോയെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ, നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം എല്ലാ ദിവസവും എല്ലാവരും പള്ളി പോകുന്നവരാണ്. അപ്പം അതുകൊണ്ട് ആ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും പള്ളി പോകുന്നത്, അടുത്തടുത്ത് പോയി കുമ്പസാരിക്കുന്നത്, ഇങ്ങനെ നമ്മളൊരു ആധ്യാത്മിക അങ്ങനത്തെ മേഖലകൾ ചെയ്യുന്നതെല്ലാം സുവിശേഷത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടിൽ കൃത്യമായി സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥന നടത്തുന്നത് പോലും അയലോക്കക്കാരോട് സുവിശേഷ പ്രഘോഷണത്തിനുള്ള വലിയൊരു മാർഗമാണ്. ഇപ്പൊ എൻ്റെ ഇവിടെ തൊട്ടടുത്തൊക്കെ ഞങ്ങളെ വീട്ടിൽ ആഘോഷം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ബർത്ത്ഡേ ഉള്ളപ്പോഴൊക്കെ ചുറ്റുമുള്ള ആരെങ്കിലും ഒക്കെ വിളിക്കും, അവര് വരും, അവർക്ക് ഭക്ഷണം കൊടുക്കും. ഇത് ഞാൻ പറയുന്നത്, ഇത് ഷു പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് എത്രയോ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ് സുവിശേഷം പങ്കുവെക്കാനായിട്ട് ഉള്ളത്. പക്ഷെ ഈ സുവിശേഷം
ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ ഇങ്ങനെ വന്നിരിക്കുന്നതും കേൾക്കുന്നതും ഇത് സുവിശേഷത്തിന്റെ കൂടുതൽ മനോഹരമായ വഴികളാക്കാനായിട്ട് എന്താ മാർഗം? എനിക്ക് തോന്നിയ ഈ ഒരു കോവിഡ് കാലത്താണ്, കോവിഡ് വന്ന സമയത്താണ് ഇനി എങ്ങനെ സുവിശേഷം പറയാം. അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഗ്രാമും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ധാരാളം ഞാൻ യാത്ര ചെയ്ത് സുവിശേഷം പറയാനായിട്ടും പരിശീലിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഇടയിൽ കോവിഡ് വന്ന് വീട്ടിലിരുന്ന് തുടങ്ങി. പള്ളിയിൽ കുർബാനയില്ല, പോക്കില്ല, ഒന്നുമില്ല. അത്യാവശ്യം ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും ഒക്കെ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഓൺലൈനിൽ ഒന്ന് ശ്രമിച്ച് നടത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൺലൈനിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഒരു സുവിശേഷ പ്രഘോഷണവും, എനിക്ക് തോന്നുന്നു ഇത് എത്രയോ വലിയ കാര്യമാണ്. എത്രയോ ആൾക്കാർ ക്ലാസ്സുകൾ എടുക്കുന്നതിന്, അല്ലെ നമ്മളെ മെന്റേഴ്സ്, എത്രയോ ആൾക്കാർ മെന്റർമാരായിട്ട് നമ്മളിവിടെ അമേരിക്കയിലും ചുറ്റുപാടുമുള്ള എത്രയോ മനുഷ്യര് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വീട്ടിൽ വെറുതെ ഇരിക്കും. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ കോവിഡ് തുടങ്ങി 1 മാസം കഴിഞ്ഞ് അപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ഓൺലൈൻ പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഒരുമിച്ച് വരാൻ, പ്രാർത്ഥിക്കാനായിട്ട്. ക്ലാസ് മാത്രമല്ല ഉണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾ ഇന്റർസെഷന് വേണ്ടി ഞങ്ങൾ ടീം ഒരുമിച്ച് കൂടാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും മറ്റ് പല വിധത്തിൽ ഓൺലൈനിൽ പലവിധ പ്രോഗ്രാമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഈ ഒരു കോഴ്സിൽ പങ്കെടുത്തവർക്ക് നമുക്ക് അടുത്തൊരു ബാച്ച് തുടങ്ങുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവര് ഒന്ന് സുവിശേഷം കേട്ട് തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തെ ആഴമായി പരിവർത്തനപ്പെടുത്തും. ആ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുന്നത്, ഒന്ന് കയറാൻ പറയുന്നത് ഒരു സുവിശേഷമാണ്, ഒരു സുവിശേഷ പ്രഘോഷമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഴുവൻ ഈ ദൈവരാജ്യത്തിന് വേണ്ടി, എനിക്ക് തോന്നുന്നു 76-ൽ പോൾ ആറാമൻ മാർപ്പാപ്പ ഇറക്കിയ അഖിലേന്ത്യ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളെല്ലാം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന്. 76-ലാണ്. അന്ന് ഇന്റർനെറ്റോ ഈ സാധനം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ധാരണ. പക്ഷെ ഇന്ന് നമുക്ക് എത്രയോ വലിയ സാധ്യതയാണ് ഈ ഒരു സുവിശേഷം പ്രഘോഷിക്കാൻ. വീട്ടിൽ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും, ഞാനിന്ന് എല്ലാ ദിവസവും സുവിശേഷം പറയുന്നുണ്ട്. ഓൺലൈനിലുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രോഗ്രാമിലുണ്ട്. പക്ഷെ ഓൺലൈനിലാണ് കൂടുതലും. അപ്പൊ അതൊരു സുവിശേഷത്തിന്റെ വലിയ സാധ്യതയാണ് ഷിജു. ഓക്കെ, താങ്ക് യു ഷിബു. അപ്പം ജോമോനെ ഷിബുവിനോടും നിങ്ങൾ ശക്തരായ ധീരരായ സുവിശേഷത്തിന്റെ സജീവ സാന്നിധ്യമായി ഇനിയും വളരട്ടെ. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തക്കവിധം കർത്താവ് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോമൻ അരുണാചലിൽ ഒരു പള്ളിയല്ല, ഒരുപാട് പള്ളി പണിയാനുള്ള സാധ്യതകളിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ശ്വാസവും നിശ്വാസവും സുവിശേഷമായിരിക്കണം. നമ്മുടെ ഓരോ പുഞ്ചിരിയും ഓരോ വാക്കും സുവിശേഷത്തിന്റെ ജീവനാണ്. നമ്മുടെ ഒരു സ്പർശനം, നമ്മുടെ ഒരു സ്മെല്ല്, അത് സുവിശേഷത്തിന്റെ സ്പർശനവും സ്മെല്ലുമാകണം. അങ്ങനെ നമ്മെ കണ്ടുമുട്ടുന്നവരെല്ലാം സുവിശേഷത്തിലേക്ക്, ക്രിസ്തുവിലേക്ക്, സഭയിലേക്ക് സജീവമാകാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇനിയും ഏറെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങും എത്തിയിട്ടില്ലെന്നും ഇനി ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ടെന്നും ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പഠനങ്ങളും ഒരുമിച്ച് വരലുകളും എല്ലാം സുവിശേഷത്തിന്റെ വലിയ ശക്തിയാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ധീരരായ സുവിശേഷത്തിന്റെ സാന്നിധ്യവും സാക്ഷികളുമാകാൻ ദൈവം നമുക്ക് കൃപ ധാരാളമായി തരട്ടെ. ആമേൻ.